അവിടെ നീ കളിക്കണ്ട ഇങ്ങോട്ട്, അവിടെ നീ കളിക്കണ്ട. എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു, കളിച്ചു നോക്കാം. സൗണ്ട് ഉണ്ടാ ഇത് തേടി കുഴഞ്ഞൊരു കൂട്ടം ഉടയോരെ വണങ്ങുന്ന ചട്ടം വിലപിച്ചാലി നീ എന്ത് നേട്ടം ഉയരണം ഈ കരണ വട്ടം. ഹലോ പിങ്കിമോൻ, ഹലോ പീപ്പിൾ. അപ്പോൾ ഇന്ന് ഞാൻ റമ്മി കളിക്കാൻ പോവാണ്. അതായത് കുറേ നാളായിട്ട് നമ്മുടെ പയ്യന്മാർ റമ്മി കളിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടും ചെറിയ മടിയുള്ളതുകൊണ്ടും കളിക്കാൻ പറ്റിയില്ല. അതായത് നമ്മുടെ പയ്യന്മാരോട് റമ്മി കളിക്കാൻ പോവാണ്, റമ്മി പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കണത് നമുക്ക് നോക്കാം. പിന്നെ താടി ഒന്ന് എടുക്കേണ്ടി വന്നു, നല്ല വളർന്ന് വൃത്തിയായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് താടി എടുത്ത് ഒന്ന് വൃത്തിയായിട്ട് നടക്കേണ്ടി വന്നു. കൊള്ളാമോ ഇല്ലയെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ബാക്കി അങ്ങോട്ട് പോകും. റമ്മി ടീംസാണ് അവിടെ എല്ലാം ഇരിക്കുന്നത്. ആരും മോന്നരാണ്ടിരിക്കുന്നു. ഇവിടെ ഇവിടെ ഇരിക്കുന്നതാണ് ബിബിമോൻ. കയ്യിൽ ചീട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ചമ്മിയിരിക്കണതാണ് അരുൺ ബ്രോ. നടുക്കിരിക്കണതാണ് ആരുടെ പേരുള്ള പേര് ഷാരു. നല്ല പേര്. ഇവർ ഓൾറെഡി കളിച്ചു തുടങ്ങി. എന്തായാലും നമുക്ക് അതിലോട്ട് പോവാം. ഇവന് നല്ലപോലെ റമ്മി കളിക്കാൻ അറിയാവുന്ന മുച്ചീട്ട് കളിയുടെ ഉസ്താദാണെന്നാണ്. അതാടാ റമ്മി എങ്ങനെയാടാ കളിക്കുക? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറ, എങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി? അത് പറ്റൂല, അതിവിടെ നടക്കൂല. അതെ 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 അതെ, അത് ശരി, അത് ശരി, അത് ശരി. അതുകൊണ്ട് നീ കളിക്കണ്ട ഇങ്ങോട്ട്, അവിടെ നീ കളിക്കണ്ട, അവിടെ നീ കളിക്കണ്ട, ഇങ്ങോട്ട് ഇങ്ങോട്ട് ചീട്ടട്. നീ പറയണ്ട, അതിനല്ലേ ഇത് എടുക്കണേ. നീ പറ, കാണുന്നവർക്ക് മനസ്സിലാവട്ടെ എങ്ങനെ കളിക്കുന്നത്. അടുപ്പിച്ചുള്ള ചീട്ടുകളില്ലേ, അതായത് ഇപ്പൊ 3, 4, 5 3, 4, 5 ഇങ്ങനെ അടുപ്പിച്ച് ഏതൊരു ചീട്ട് വന്നാലും അത് ഫസ്റ്റ് ആക്കാം. ഒരേ ചിഹ്നം വേണം, അതേമാതിരി നമ്പർ അടുപ്പിച്ച് വേണം. അതാണ് എന്തോന്നാണ് അങ്ങനെ അടുപ്പിച്ച് വരണ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആവും. പിന്നെ സെക്കൻഡിന് നമുക്ക് ഏതെങ്കിലും ഒരു ജോക്കർ യൂസ് ചെയ്യാം. ജോക്കർ എന്ന് പറഞ്ഞാല് നമ്മുടെ റിയൽ ആയിട്ടൊരു ജോക്കർ വരും. എടാ റിയൽ ജോക്കർ ആരെങ്കിലും ഉണ്ടോ? ഇത് നമ്മുടെ ചീട്ടിൽ കറങ്ങി വരുന്ന ജോക്കർ ആയിരിക്കും. ഇത് റിയൽ ആയിട്ട് ഓൾറെഡി ഉണ്ടാവും. മനസ്സിലായോ? ഇതുണ്ടെങ്കിൽ ഇത് വെച്ചൊരു സെക്കൻഡ് ആണ്. അതായത് സെക്കൻഡ് ഉദ്ദേശിച്ചത് ഇതുണ്ടാവും. ഇപ്പോ 7, 8, 9 ഇതില് നമ്മുടെ അടുത്ത് 8 ഇല്ലാന്ന് കൂട്ടിക്കോ. അപ്പൊ അതിന് പകരം ഇതേപോലത്തെ ഒരു ജോക്കർ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ നമ്മൾ അടുക്കി 13 ചീട്ടും ഒരേ ലെവലില് അടുക്കണം. അതായത് ഒരു 3 ചീട്ട്, ഇതേമാതിരി 3 ചീട്ട് ഒരു സെറ്റ്, പിന്നെ ഒരു 4 ചീട്ടിന്റെ ഒരു സെറ്റ്, 4 ചീട്ടിന്റെ ഒരു സെറ്റ്. ഇനി ഇതിന്റെ കൂടെ ഒന്നും കൂടെ വേണം, എന്നാലും ഇത് 4 ചീട്ടിന്റെ സെറ്റ് ആവും. അങ്ങനെ 2, പിന്നെ 3 എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ചീട്ടുകളല്ല. അല്ല, അപ്പൊ ജോക്കർ ഇപ്പം മറ്റേ ഫേക്ക് ജോക്കറോ ഒന്നും കാണിച്ചല്ലോ, അത് തന്നെ റിയൽ ജോക്കർ തന്നെ കാണുന്നുണ്ട് ഇല്ലല്ലോ? അതിന് പകരമാണ് ഈ ജോക്കർ. അതിന്റെ പകരം ഒരേ ചിഹ്നത്തിന്റെ 1, 2, 3 അതേപോലെ ആ സെറ്റിൽ വന്ന് ഇത് കാണിച്ചാൽ നമുക്ക് റിയൽ ജോക്കർ കാണാം. ഓക്കെ, എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു, കളിച്ചു നോക്കാം. ബിബിമോൻ കളി ജയിക്കാറായെന്നാ പറയണേ. ഇത് ഫസ്റ്റ്, ഈ ഫസ്റ്റ് ചീട്ട് കാണിച്ചാൽ നമുക്ക് ജോക്കർ കാണാം. ഓക്കെ, ഇത് സെക്കൻഡ് 3, 4, 5 ഒരു ചിഹ്നത്തിന്റെ 3, 4, 5. ക്യാമറയ്ക്ക് ഫോക്കസ് ആയ സമയം കൊടുക്കണം. 10, 10, 10. അതെന്തോന്ന്? നീ കുറച്ചു മുമ്പ് എന്തോ ഡയലോഗ് അടിച്ച വിവരം ഉള്ളവർക്ക് കളിക്കാൻ അറിയുന്ന കളിയല്ലേ? ഇതാണ് വിവരം. എന്താ 10, 10, 10. വിവരം ഉള്ളതുകൊണ്ട് തന്നെ ചോദിച്ചത്. അതിന് മുമ്പ് ഈ സാധനം മറന്നേണ്ട പരിപാടി ഉണ്ട്. അത് കമത്തില്ലെങ്കിൽ കളി ജയിച്ചത് തന്നെ. മൊത്തം മനസ്സിലാകാത്തോണ്ട് നീ രക്ഷപ്പെട്ട്. അതായത് നമ്മള് ചീട്ട് ഷോ വെക്കാൻ നേരത്ത് ജോക്കർ ക്ലോസ് ആയിരിക്കുമല്ലോ, ജോക്കർ ഓപ്പൺ ആക്കി വേണം. അതായത് നമ്മള് ക്ലോസ് ആക്കി വെക്കുന്ന കളിയിൽ അങ്ങനെ ചെയ്യണം. ഓപ്പൺ ആക്കി വെക്കുന്ന കളിയും ഉണ്ട് കേട്ടോ. കളിച്ചു നോക്കാം. ഏറ്റവും കൂടുതൽ കളി ജയിക്കണ ആരാണ് റമ്മി കളിക്കുന്നത്? കള്ളക്കളി കളിച്ച് ജയിക്കുന്നത് ഷാനു. അതെ അതെ, ഷാനു പറഞ്ഞൊരു കാര്യമാണ്.
അവര് കളിക്കാറുണ്ട്, അതുകൊണ്ട് കളിക്കാറുണ്ടല്ല, മണ്ടത്ര കാണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതെ അതെ. പക്ഷെ കുറവ് പറ്റിയിട്ടുള്ള എനിക്ക് ഒന്ന് അരിഞ്ഞേട്ടനാണെന്ന് തോന്നുന്നല്ലേ. സൗണ്ട് ഉണ്ട, അതാണ് ഷഫ്ലിങ്. തമ്മനത്തെ ആര് കോഴ്സ്? ഷഫ്ലിങ് കോഴ്സ്. നമ്മള് പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. അതെ അതെ നമുക്ക് പുറത്തുനിന്ന് അതെ, ഞാൻ ഫ്രഷറാ. തമ്മനത്തെ പാട്ടൊക്കെ പാടും. കളിക്കുന്ന ചീട്ടും കൂട്ടി കയ്യില് 14 ചീട്ട് കാണും. ആ 14 ചീട്ട് വേണം, ഒരു ചീട്ട് കമ്മിറ്റിയിട്ട് വേണം, ബാക്കി ചീട്ട് ഷോ കാണില്ല. എനിക്ക് വേണ്ടി ജോൺ സെറ്റ് ചെയ്ത് തരാണ് കാർഡ്. അതെങ്ങനെയാണ് ഷഫിൾ ചെയ്യുന്നത്, ഷഫിളല്ല അറേഞ്ച് ചെയ്യുന്നത്. ഇത്രയും പേര് ഇവിടെ കളിക്കണേനിടയില് അവിടെ ഫോൺ കോളിൽ ഒരു ഇരിപ്പുണ്ട്. നോട്ടം കണ്ടോ, റൊമാൻറ്റിക് ബായ്. ബിബിൻ ഓൾറെഡി കളിക്ക് തുടങ്ങണതിന് മുമ്പേ ജയിച്ചെന്നൊക്കെയാണ് പറയണത്. അതെന്ത് കളിയാണെന്ന് മനസ്സിലാവുന്നില്ല. വീട്ടെടുത്ത് പറത്തി കയറിയണത് വേണ്ടേ. 4 വാക്കോ 2 സെന്റൻസോ ലാസ്റ്റ് കളിയാണ് കിടന്നുറങ്ങണമെന്നാണ് 4 വാക്കിൽ ഒതുങ്ങി. കണ്ട ആ ചീട്ടിടുന്നതിന്റെ സ്റ്റൈല് കണ്ടോ ഗൈസ്. വീണ്ടും എനിക്ക് വേണ്ടി ജോലി വന്നിരിക്കുകയാണ്. എല്ലാം കൂടെ എന്താവോ അറിഞ്ഞൂടാ. കളിക്കുണ്ടോ ആ കളി? തുറന്നു വെച്ചാൽ പോയി നമ്മൾ നോക്കത്തില്ല. 5 4 5 വയ്ക്കാം. യെസ് എന്നുവെച്ചാൽ ആയിട്ടൊന്നുമില്ല. അതുപോലെ വേണേ വെക്കാം. അങ്ങനെ കളയല്ലോ, ഒരെണ്ണം എടുത്ത് വെക്കുമ്പോ കളയണമല്ലേ. ഓക്കെ ഓക്കെ. ഒരു കാർഡ് എടുക്കുമ്പോ അത് സെറ്റ് അല്ലെങ്കിൽ ബാക്കി കൊണ്ട് തിരിച്ചു വെക്കുക. അവിടെ ഒരു കാർഡ് അപ്പുറത്തോണ്ട് വെക്കാം. പാട്ട് പാട്. അല്ല ബിബിബ പാട്, ബിബിബ പാട്, പാട് പാട്. ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലേ, പാടറാ. ഷാനു പ്രോത്സാഹിപ്പിക്കും പ്ലീസ്. ഷാനു പ്രോത്സാഹിപ്പിച്ചു. സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും, എന്നെ നോക്കി പുഞ്ചിരിക്കും. ബാക്കി പാടറാ, ബാക്കി പാട്. മാറി നിൽക്കുക നാട്ടുകാരെ. ഇവമോന്റെ കൂടോത്രത്തിലാണ് കളി ജയിക്കുന്നതെന്നാണ് പറയണത്. ഇവ മൊത്തം കള്ളക്കളിയാണല്ലേ. എടാ നിന്റെ എവിടെ വല്ല കാട് ഇരിപ്പുണ്ടോ? ഇല്ല ഇല്ല. വിവമോൻ മാന്യനാണ്. വിവമോന്റെ ഒരു ഡീസന്റ് ബോയ് ആണ്. അതെ അതെ അതെ. അതിപ്പോ തള്ളി കയറ്റിയതാ. ക്യാമറ തെളിവ്, ക്യാമറ റീച്ച് ഔട്ട് അവിടെ കളി നിർത്തി പോവാൻ വേണ്ടി പോവല്ലേ ബ്രോ. കുഞ്ഞിന്റെ അവനെ പോവല്ലേ. ആടെ പാട് പാട്, ഇതാണ് അവസരം. നമ്മുടെ കൂട്ടത്തിലൊരു റാപ്പറുണ്ട്. ഇവനാണ് നമ്മ പറഞ്ഞ റാപ്പർ. എല്ലാവർക്കും വേണ്ടി ആ ഒരു റാപ്പ് പാടുന്നതായിരിക്കും. അത് വേറെ എല്ലാരും കൊണ്ട് പാടിപ്പിക്കും. ആദ്യം ഷാനു പാടും. കമോൺ, 1 2 3 സ്റ്റാർട്ട്.
അടിക്കേറിക്കൊള്ള മുതലൊക്കെ പൂട്ടി ആ. ദക്ഷകരെ പല വഴി നിരത്തി ആ. കടിഞ്ഞൂട്ടമകൾ നിരത്തിലെ പരതി ആ. പവമടിയന്റെ വിളക്കത് കെടുത്തി വിധി തേടി കുഴഞ്ഞൊരു കൂട്ടം ഉടയോരെ വണങ്ങുന്ന ചട്ടം വിലപിച്ചാൽ ഇനി എന്തു നേട്ടം ഉയരണം ഈ കൃപല വട്ടം. ഗൈസ്, അപ്പോൾ നമ്മളെ റമ്മി കളി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങാനുള്ള സ്കീമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കണ്ടന്റുകൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. കാരണം ഈ വീട്ടിൽ കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ല. എല്ലാ ദിവസവും ഓരോരോ കണ്ടന്റുകളാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ചീട്ടുകളി എനിക്ക് വലിയ താല്പര്യമില്ല. മറ്റേ കഴുത കളിക്കും, പക്ഷെ റമ്മി അതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കളിച്ചത്. എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അവരെല്ലാം ഭയങ്കര കിടലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പക്ഷെ എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. കുറേ പ്രാവശ്യം കളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കളിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേക്കിലും എല്ലാവരും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല വീഡിയോ ആണ്, ഇനിയും കണ്ടിന്യൂ ചെയ്യണം, നന്നായിട്ട് സംസാരിക്കുന്നുള്ള ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷനാണ് നമുക്ക് മുന്നോട്ട് പോകാനും നല്ല നല്ല വീഡിയോസ് ചെയ്യാനും നല്ല നല്ല കണ്ടൻറ്റ് നിങ്ങൾക്ക് തരാനും ഒരു വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. എന്തായാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ജേണിയിലൂടെ നിങ്ങളും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മുതൽ എന്തായാലും നല്ല നല്ല കണ്ടൻസ് ഈ ചാനൽ ഉണ്ടാവും. സോ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും ഗൈസ്, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്.